അപ്പൊ നാടൻ കോഴിയാണിത്. അപ്പൊ നമ്മൾ ഈ നാടൻ കോഴി വാങ്ങി വെക്കുമ്പോ കറി ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? പിന്നെ പെട്ടക്കോഴിനെ വാങ്ങണം. പൂവന്മാരെ വാങ്ങരുത്. പൂവന്മാര് നല്ല മൂത്തതൊന്നായ അത് നല്ലോണം മൂത്തക്കണ്. അപ്പൊ കുഞ്ഞാണിയാക്കാനോട് ഞാന് പിന്നെ മൂക്കാത്ത കോഴിനെ പിടിച്ചോളി പറഞ്ഞിട്ട് കുഞ്ഞാണിയാക്ക ഇളയ കോഴി മതി പറഞ്ഞിട്ട് കുഞ്ഞാണിയാക്ക വലിയൊരു മൂത്ത ചങ്ങണ്ടായിന്, അതിനെയാണ് പിടിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അത് അത്യാവശ്യം നല്ലോണം മൂത്തിക്കണ്. അപ്പൊ നല്ല ടേസ്റ്റില് നമുക്ക് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? പിന്നെ പെട്ടക്കുട്ടികളെ കിട്ടണം, മുട്ടടാത്ത പെട്ടക്കുട്ടികളെ കിട്ടണം. അപ്പോഴാണ് നമുക്ക് പിന്നെ എന്താ പറയാ നല്ല ടേസ്റ്റില് ഇറച്ചി തിന്നാൻ പറ്റുക. ഇത് നോക്കാണി കുറകൊക്കെ നല്ല വലിപ്പുണ്ട്, വലിയ കോഴി തന്നെയാണ്. എമിക്കുട്ടന്റെ ചിക്കൻ കാലും ആണോ? വേവിച്ചിട്ട് തരട്ടോ. അപ്പൊ എന്താ പറയാ, നമ്മളിത് ഇളയ കോഴിയാവുമ്പോ പെട്ടെന്ന് വേവും ചെയ്യും. ഇതിപ്പോ അത്യാവശ്യം മൂത്തിക്കണ്. ഞാൻ കുഞ്ഞാണിയാക്കാനോട് പറഞ്ഞതാണ് ഇളയ പെട്ടക്കുട്ടികളെ മതിയെന്ന്. പക്ഷെ കുഞ്ഞാണിയാക്ക എന്ത് ചെയ്തു, മൂത്ത പൂവനാണ് പിടിച്ചിക്കണ്, അറുത്തിക്കണ്. അപ്പൊ ഇനിയിപ്പോ ഏതായാലും ഇതിങ്ങനെ നിക്കട്ടെ. അല്ല അപ്പൊ എന്താ കാട്ടുന്നത്? മൂത്തതാവുമ്പോ എന്താണെന്നറിയോ? നല്ല മല്ലിക്കെട്ടാണ് ഉണ്ടാക്കാനും ഒക്കെ. നല്ല ഉറപ്പാണ്, നല്ലോണം മൂത്തിക്കണ്. ഒന്നാമത് ഈ കത്തി ഞാൻ വലിയ വെട്ടത്തി എടുത്തോണ്ടട്ടെ, എന്നാലേ ഇപ്പൊ ഇത് വെട്ടിയാ പൊളിയുള്ളൂ. ഇത് ഇറച്ചിപ്പീടിന്ന് ഇങ്ങനെ വെട്ടി കൊണ്ടുവരികയാണെങ്കിൽ നല്ല സുഖമാണ്. അത് കേക്കിങ്ങാണ്ട് ഇങ്ങനെ വെച്ചാൽ മതി നമുക്ക്. ഇതിപ്പോ നമ്മള് വെട്ടി ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു മല്ല് മനസ്സിലാവുന്നത്. നല്ല കഴമ്പുള്ള എന്താ പറയാ, നല്ല ബീഫിന്റെ കഷ്ണം പോലുള്ള ഇറച്ചിട്ടോ. കോഴി നല്ല തടി ഉണ്ടായിട്ടേ. എമിക്കുട്ടന് ചിക്കൻ വേണോ? പറയുന്ന മാതിരി തിന്നു. പജ് ചക്കല്ല, ചിക്കൻ. കോഴിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? എമിക്കുട്ട, കോഴിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഹെന്ന്. ഹെന്ന് പറഞ്ഞ എന്താ? പെടക്കോഴിയാണ് ഹെന്ന്. പൂവൻ കോഴിക്ക് എന്താ പറയാ? റാബിറ്റ്. പൂവൻ കോഴിക്ക് എന്താ പറയാ എമിക്കുട്ട? പൂവൻ കോഴിക്ക് എമിക്കുട്ട എന്താ പറയാ? എന്താ പറയാ? എന്ത്? കാങ്കോക്കോ? എന്ത്? റോസ്റ്റർ. പെടക്കോഴിക്ക് ഹെൻ. അപ്പൊ ഇത് ഹെന്നല്ല, അത് റോസ്റ്ററാണ്. ഇത് റോസ്റ്ററാണ് കോഴി. ഞാനുണ്ട്. എനിക്ക്
എന്താ മിക്കൂട്ടാ കൊച്ചേ എന്താ മിക്കൂട്ടാ ഇജ്ജ് പറയുന്നത്? ആയി. പറ്റിച്ചേ. നോക്കാം മിക്കൂട്ടാ. ആ പപ്പ വരും. ഇപ്പൊ വരൂട്ടാ. ഇങ്ങോട്ടോക്ക ഈ കോഴിക്ക് എത്രങ്ങാനും ഇറച്ചിയുണ്ട്. ഇവിടെ വന്ന് നോക്കാ. എമിക്കുട്ടന് വേണോ കോഴി? എമിക്കുട്ടാ കോഴി വേണം എനിക്ക്. ഇതിപ്പോ കടക്കാര് വെട്ടണ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ കുറക് വെട്ടണം. അത് വേകുവോ? ഒന്ന് രണ്ട് കഷ്ണാക്കല്ലേ? അത് വെന്തോളും. മസാല ഒക്കെ പിടിച്ചണെങ്കിൽ രണ്ട് കഷ്ണാക്കേണ്ടി വരും. വലിയ കുറകാണ്. കുട്ടി റോട്ടിൽ പോവാം. കൈ നോക്കി. കൈയൊക്കെ നോക്കണ്ട്. കോഴിന്റെ അവസ്ഥ നോക്കാം. ഒരു 1.5 കോഴിയുണ്ട് കേട്ടോ. ഇതേ 2 കഷ്ണാക്കാൻ പോകും. ഇവിടെ മുറിച്ചാലോ? ആ അങ്ങനെ വെന്തോളും. പോവോ? ഒരു ടേസ്റ്റ് കിട്ടൂല. ഇനി പിന്നെ നമുക്ക് പറയണ. അപ്പൊ നമ്മള് നാടൻ കോഴി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടേസ്റ്റോടെ കഴിക്കണമെങ്കിൽ ഇതുപോലെ പോയി മൂത്ത പൂവന്മാരെടുക്കരുത്. പെട്ടക്കോഴികൾ മുട്ടയിടാത്ത പെട്ടക്കോഴി എടുക്കണം. അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ കൊടുക്കാന്. ഇത് ടേസ്റ്റ് ഇല്ലാന്നല്ല, ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇത് ഒരുപാട് മൂത്ത് പോയി കോഴി, അതാണുള്ള വിഷയം. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അപ്പോ പെട്ടക്കോഴികളാണ് ഇറച്ചിക്ക് ടേസ്റ്റ് ഉണ്ടാകുക. നല്ല നെയ്യും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാം. ഇന്നത്തെ സ്പെഷ്യൽ അറിയണത് നെയ്ച്ചോറും നല്ല നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്. അപ്പൊ പിന്നെ ഇന്ന് സൺഡേ ആണ്, ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇട്ടത്. തിങ്കളാഴ്ചയാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്യുക. അപ്പൊ ഞായറാഴ്ച മോളും എമിക്കൂട്ടനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ കുഞ്ഞാണിയൊക്കെ ഒരു പൂവനെ പിടിച്ചെങ്ങാണ്ട് വെട്ടലും മുറിച്ചലൊക്കെ നമ്മളെ പണിയാണ് കേട്ടോ. ഇപ്പൊ വെളുത്തുള്ളി നമ്മളെ ചിക്കനൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് തന്നെയാണ് വെളുത്തുള്ളി കേട്ടോ. അപ്പൊ വെളുത്തുള്ളി കുറച്ച് അധികം വേണം. പിന്നെ നമുക്ക് ചെറിയുള്ളിയാണ് വേണ്ടത്. ചെറിയുള്ളി ഇതാക്കുന്നത്, ചെറിയുള്ളി നല്ലോണം വേണം കേട്ടോ. നല്ലോണം കുറച്ച് ചെറിയുള്ളി വേണം. എന്നാലും നമ്മളെ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ആ ചിക്കനിക്ക് ഇത്രയും വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ഇതാണ് എടുക്കുന്നത്. ഇത്രയും വെളുത്തുള്ളി എടുക്കുന്നത്. ഇത് വേണ്ട, കാരണം ഒരുപാട് വെളുത്തുള്ളി ആവുമ്പോ കുത്തലാവും.
വെളുത്തുള്ളി ഇങ്ങനെ പൊളിക്കുക. എത്ര ചെറിയ ഉള്ളിയാണെങ്കിലും നടുക് ഇങ്ങോട്ട് പൊളിച്ചാൽ ഇതിങ്ങനെ ആയിട്ട് കിട്ടും. കുഞ്ഞു വെളുത്തുള്ളി ആണെങ്കിലും നടുക് ഇങ്ങനെ പൊളിച്ചാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും. ഞാൻ ചെറിയൊരു വെളുത്തുള്ളി പൊളിച്ച് കാണിച്ചു തരാം. ഇതാക്കണേ. ഇതൊക്കെ പൊളിച്ചെടുക്കട്ടോ നമുക്ക്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ചതച്ച് നമുക്ക് അടുപ്പത്ത് തന്നെ, കുക്കറിലൊന്നും അല്ല, അടുപ്പത്ത് തന്നെ വേവിക്കണം. അപ്പോഴാണ് നമ്മളെ ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. ഒന്നാമത് ഈ മൂത്ത ചിക്കനൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുപ്പത്ത് തന്നെ വേവിക്കണം. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ നല്ലോണം ഒന്ന് കഴുകിയിട്ട് കിട്ടും. കഴുകി വെച്ചതാണ്. ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഈ മരുന്നീൻ്റെ മുന്നേ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകി വെള്ളം വരാൻ വെക്കണമല്ലോ. അപ്പം ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെക്കുകയാണ്. അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത് മൺകലത്തിലേ. അപ്പോൾ നമ്മൾ ഈ പീടിയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ്റെ പോലെ അല്ല കേട്ടോ. നമ്മൾ കോഴീനെ അറുക്കുമ്പോൾ അറുത്ത കോഴിക്ക്, സാധാ നാടൻ കോഴിക്ക് നല്ല ബ്ലഡ് ഉണ്ടാവും. ബ്ലഡ് ഇങ്ങോട്ട് പോയി കിട്ടണ്ടേ. എത്രങ്ങാനും വട്ടം ഞാൻ കഴുകിയെന്ന് അറിയും. ഇത് ഇപ്പോഴും എനിക്ക് ഇങ്ങോട്ട് മനസ്സിന് തീർപ്പതിയായിട്ടില്ല കഴുകിയിട്ട്. അങ്ങനെ ഉരച്ച് കഴുകിക്കണം. സോപ്പും ചണ്ടിട്ടൊന്നും ഇറച്ചി വെക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ പറ്റിയെങ്കിൽ അങ്ങനെയും കഴുകും ഞാൻ. അത്രയും പിന്നെ അങ്ങനെയാണ്. ഏതായാലും ബ്ലഡൊക്കെ പോയി വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും എന്തോ ഒരു തണുപ്പാണ് ഇവിടെ എന്നറിയോ. വെളിച്ചെണ്ണ ഇപ്പോൾ 10 മണി 10:30 കഴിക്കണം. ഇപ്പോൾ ഇത് ചിക്കൻ ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ കേട്ടോ. എന്നിട്ട് വെയിൽ ഉദിച്ചിട്ടും ചൂടായിട്ടൊന്നും ഇവിടെ വെളിച്ചെണ്ണ ഒരുക്കിയിട്ടില്ല. കാരണം ഇവിടെ നല്ലൊരു തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിലേക്കുള്ള സാധനങ്ങളെ ഞങ്ങൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചെറിയ ഇഞ്ചിപ്പൊട്ടും പിന്നെ കരിയേപ്പിൻ്റെ ഇല, ഇനിയിപ്പോൾ ഈ മല്ലിച്ചപ്പ് അരിഞ്ഞ് ഇട്ട് കൊടുക്കട്ടെ. നല്ലോണം എന്നിട്ട് പച്ചച്ചവ മാറോളാണ് വാട്ടി കൊടുക്കുക. പണ്ടത്തെ നാടൻ വെപ്പൊന്നും അല്ല കേട്ടോ. പണ്ടത്തെ വെപ്പൊന്നും അല്ല. പണ്ടത്തെ വെപ്പാണെങ്കിൽ ഇപ്പം അതിൽ എന്താ പറയുക, നമ്മൾ മല്ലിച്ചപ്പൊന്നും ഇടൂലല്ലോ. ഞാൻ കുറച്ച് തക്കാളിയും മല്ലിച്ചപ്പവും പിന്നെ ഒക്കെ ഇട്ട് നല്ലോണം എന്നാണ് വാട്ടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ചാറ് പോലെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ പീടിയത്തെ കടയിലത്തെ ഇറച്ചിൻ്റെ പോലെയല്ല, വീട്ടിലത്തെ കോഴിൻ്റെ ഇറച്ചിക്ക് ചാറ് അതാണ് ടേസ്റ്റ് കേട്ടോ. ആ ചാറ് തന്നെ മതി, നല്ല ടേസ്റ്റ്. പിന്നെ എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, പിന്നെ അതുപോലെ ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല, പെരുംജീരകപ്പൊടി, ലേശം കുരുമുളക് പൊടി ഒക്കെ അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് നമ്മൾ നല്ലോണം അങ്ങോട്ട് അതൊന്നും കൂടി ചൂടായി. പിന്നെ നമ്മളെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ അതിക്കങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അങ്ങനെ ഇളക്കണ്ട. കാരണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളെ മിക്സിൻ്റെ ജാറ്, ചതച്ച മിക്സിൻ്റെ ജാറ് കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ നല്ലോണം എന്നിട്ട് ഇളക്കിയിട്ടേ ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് വാട്ടിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടി നിങ്ങളെ കാണിച്ചിട്ടില്ല. ഇനി കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം ഇളക്കിയിട്ടേ പിന്നെ നല്ലോണം അങ്ങോട്ട് വെള്ളം ഒഴിച്ചങ്ങാണ്ട് അങ്ങോട്ട് കത്തിച്ചാണ്ട് വേവിക്കണം. ചാമ്പി കടന്നിട്ട് വേഗണം ഈ ഇറച്ചി. നമ്മൾ പ്രഷർ കുക്കറിലൊന്നും വെച്ചാൽ അത്ര സ്വാദ് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി ഉപ്പൊക്കെ മുളകൊക്കെ പാകം ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അത് ചൂടുവെള്ളമേ ഞാൻ അടുപ്പത്ത് ചോറൊക്കെ വെന്തതിൻ്റെ ശേഷം കുറച്ച് കലത്തിൽ ചൂടാക്കിയിരുന്നു വെള്ളം. ചൂടുവെള്ളം എപ്പോഴും വീട്ടിലിപ്പോൾ ഈ തണുത്ത കാലാവസ്ഥയിൽ ചൂടുവെള്ളം ഉള്ളത് നല്ലതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുടിക്കാനും എടുക്കാം. നല്ലോണം തിളപ്പിച്ച് വെച്ച വെള്ളമാണ്. അപ്പോൾ അതിന് ചൂട് കൊടുക്കാൻ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചാറ് കറിക്ക് നല്ലോണം വെള്ളം വേണം. കാരണം ഇത് 1 മണിക്കൂറിൻ്റെ അടുത്ത് കറിയുമ്പോൾ കത്തി തളിച്ച് വേവണേ. കുറേ ഇപ്പോൾ അരമണിക്കൂറോളം ആകാനായി. ഇപ്പോൾ ഇതിൻ്റെ നെയ്യൊക്കെ കോഴീൻ്റെ ചിക്കൻ്റെ നെയ്യൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടോ. കാരണം പിന്നെ എന്താ പറയുക, ഈ ചിക്കനിൽ നാടൻ ചിക്കനിലൊക്കെ നല്ല നെയ്യുണ്ട് കേട്ടോ. പൂവനാണെങ്കിലും നല്ല നെയ്യുള്ള ചിക്കൻ തന്നെയാണ്. അപ്പോൾ അത് വെന്തൊരു 3/4 ഭാഗമാകുമ്പോഴാണ് നെയ്യ് ഇറങ്ങി വരിക. കണ്ടോ, നെയ്യൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ചാറിൻ്റെ ഒരു മണേ കോഴിൻ്റെ. ഇപ്പോൾ ഉപ്പ് കുറവേനി. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ചാറ് നല്ല കത്തി തിളച്ച് ചാമ്പി കടന്ന് വെന്ത് കിട്ടണം. അപ്പോഴാണ് ഇപ്പോൾ ഇത് ഉഷാറായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് നെയ്ച്ചോറ് പിന്നെ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വെറും ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം പൊരിക്കുകയാണ് ഞാൻ. എന്താ പറയുക, പപ്പടം കാച്ചിയതും കൂട്ടിയിട്ട് വേണം ചോറ് തിന്നാൻ. അപ്പോൾ പപ്പടം പൊരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, എന്താ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയാം. പപ്പടം കാച്ചിനിയിലേ നല്ലോണം കാരമുണ്ട്, അപ്പക്കാരുണ്ട്. അപ്പക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പടത്തിൽ നിന്ന് ഇങ്ങോട്ട്
ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങണ പപ്പടം അങ്ങനെ തന്നെയാണ് നല്ലോണം പപ്പടത്തിൻ്റെ പൊടി അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടത്. പിന്നെ ഞാൻ കുറച്ച് കാന്താരിയും ചെറിയുള്ളിയും പുളി അതാ വെളിച്ചെണ്ണ പോവുകയും ചെയ്തു. പുളിയും കാന്താരിയും ഉപ്പും ചെറിയുള്ളിയൊക്കെ ഇട്ടൊരു ചമ്മന്തി അരച്ചു. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ചമ്മന്തിയാണ് കേട്ടോ. ഏത് ചിക്കൻ കറി ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ എരിവുള്ളൊരു ചമ്മന്തി ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. അപ്പോൾ ഞാൻ ചമ്മന്തിയിൽ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് കുഴക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇതാ ഞാൻ ചോറുന്നാൻ വേണ്ടിയിട്ട് പോകണ്ട. അവിടെ മോട്ടിക്കും കുട്ടിയേക്കും കുഞ്ഞാണിക്കൊക്കെ ചോറ് ഞാൻ വിളമ്പി കൊടുത്തിട്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്കിത് വിളമ്പിയുടെ വീഡിയോ എടുക്കണമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് വിളമ്പി കൊടുത്ത കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിലായിട്ട് നെയ്ച്ചോറ് വെച്ചപ്പോൾ മോളറ് നല്ല ടേസ്റ്റ് ഉണ്ട് മെച്ചിയെ നെയ്ച്ചോറാണ്. അപ്പോൾ എനിക്ക് കുറവ് വേണ്ട, എനിക്ക് ഇറച്ചിയാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ ഒരു സൈഡിൽ 2 കുഞ്ഞിക്കരി വെറുംചോറും വിളമ്പി, ഒരു സൈഡിൽ നെയ്ച്ചോറും വിളമ്പി. അപ്പോൾ ചിക്കന് പാരിയാണ് കേട്ടോ. അപ്പോൾ അത് പാർന്നിട്ട് ഇനി ഇതിക്ക് പപ്പടവും ആ ചമ്മന്തിയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ അപ്പം നമ്മൾക്ക്. അപ്പോൾ എല്ലാവരും നാടൻ കോഴി വെക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചാറിന്. അപ്പം നമ്മളെ മല്ലിപ്പൊടി കടയത്തെ മല്ലിപ്പൊടി മുളകും പൊടിയൊന്നും അല്ല കേട്ടോ, പിന്നെ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടിയൊക്കെ നമ്മളെ ടേസ്റ്റിൽ പൊടിക്കണം, അപ്പോഴാണ് മല്ലിപ്പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മൾ എരിവുള്ള കാന്താരി ചമ്മന്തി ഇതിപ്പോൾ ഞാൻ ചോറുണ്ണാൻ പോവാണ്. ഇപ്പോൾ ചോറ് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഇത് വിളമ്പി വെക്കുമ്പോൾ കുറേ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ തിന്നൊന്നുമില്ല. അപ്പോൾ മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അപ്പോൾ നിങ്ങളിലൊക്കെ ഒതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഇപ്പോൾ നേരെ വൈകിട്ടൊന്ന് കുളിക്കാൻ. കാരണം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അടിയും തൊടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നേരെ 2 മണിയായി. ഓർക്ക് 1:30 മണിക്ക് ഞാൻ ചോറ് വിളമ്പി കൊടുത്തു. അപ്പോൾ ഞാനതാ പപ്പടം ചാടി മേശമ്മക്ക് എന്നിട്ട് ചാടി. അപ്പോൾ ഈ റൂമിൽ ഈ ബെഡ്റൂമിൻ്റെ ഒരു മൂലൊക്കെ ഒരു മേശ ഇട്ടിട്ടില്ല, അവിടെ സ്റ്റൂളിട്ടിട്ട് ഫോണവിടെ വെച്ച് കുത്തി ചാരി വെച്ചിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഈ ചാറ്. നമ്മളെ ചിക്കൻ ചാറ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറച്ചിയും ചോറും ആണെങ്കിൽ ഇപ്പം തന്നെയാണ് പോകുന്നോളൂ കേട്ടോ. ഇതിപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ തിങ്കളാഴ്ചയാണ് പോസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇതുപോലെ കറി ഉണ്ടാക്കിയൊക്കെ തരും കേട്ടോ നമ്മളെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ. അതിലൊക്കെ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ഇവിടെ ഒരുപാട് സന്തോഷമേ ഉള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. നമ്മളെ വീട് പണിയൊക്കെ തീരാനും റാഹത്താകാനും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ദുആ ചെയ്യും കേട്ടോ. ആരെയും അള്ളാഹു കഷ്ടപ്പെടുത്താതെ നിൽക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ടാറ്റാ.